ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഇരുമ്പാമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിലേക്ക് ആദ്യമായി വേണ്ടത് ഇതുപോലെയുള്ള പുളിയാണ് കേട്ടോ. ഇതിന് ഇരുമ്പാമ്പുളി എന്നിട്ട് ഞങ്ങളുടെ അവിടെ പറയുക. അപ്പോൾ ഇനി അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ വേണം. പിന്നെ മത്തി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓരോന്നും ഇതെടുത്തേക്കണത്. കുറച്ച് വലുപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 മുളക് നടു കീറിയിട്ട് കൊടുക്കാം. പിന്നെ 2 കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മല്ലി, മുളക്, പെരിഞ്ചീരകം കൂടി വറുത്ത് വെള്ളം ചേർത്ത് ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് എന്നിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചതെല്ലാം കൂടിയിട്ട് ആ പാനിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടണം കേട്ടോ. അതുവരെ നമ്മൾ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ വെള്ളം കൂടി ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇരുമ്പാമ്പുളിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ഇരുമ്പാമ്പുളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വരുന്നത് വരെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കറി തിളച്ച് വരാറായി. അപ്പോൾ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം. അതിനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ, പെരിഞ്ചീരകം ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് കൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇരുമ്പാമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള മത്തി മുളക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇരുമ്പാമ്പുളിയൊക്കെ കിട്ടുമ്പോൾ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ പുളിക്ക് എന്താ പറയുകയെന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായി വീണ്ടും കാണാം. ഓക്കെ, ബായ്.